നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ചെറിയമുടത്ത് സദാചാര പോലീസ് ചമഞ്ഞ് മാനസിക അസ്വസ്ഥത നേരിടുന്ന യുവാവിന് നേരെ ആക്രമണം. വാണിയന്നൂർ സ്വദേശിയായ യുവാവിനെയാണ് ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചത്. ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ചു. മാതാവ് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. മലപ്പുറത്ത് ആശുപത്രികളിൽ 72% കിടക്കകളിലും കോവിഡ് രോഗികൾ നിറഞ്ഞു. മലപ്പുറമടക്കം 4 ജില്ലകളിൽ കോവിഡ് അതിവ്യാപന ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ TPR 3 മാസത്തിനിടയിൽ ആദ്യമായി 17% കടന്നു. സംസ്ഥാനത്താകെ 50% കിടക്കകളിലും കോവിഡ് രോഗികൾ. നാട്ടുകൂട്ടം തലക്കാട് ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികളുമായി കുടുംബത്തോടൊപ്പമുള്ള ആഘോഷവുമായി കൂട്ടായി SHM UP സ്കൂളിലെ കുട്ടികൾ ഓണത്തെ വരവേറ്റു. ഭാരതരം അരുണാംശുദേവ് വിദ്യാലയത്തിലെ ഓണാഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. തിരുവോണനാളിൽ നഗരത്തിൽ സദ്യ വിളമ്പി JCI തിരൂർ. തെരുവിൽ കഴിയുന്നവർക്കും തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കുമാണ് ഓണസദ്യ വിളമ്പിയത്. പറവണ്ണ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് കീഴിൽ തിരൂർ MA സെൻട്രൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന CFLTCയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് ഓണസദ്യയും പൂക്കള മത്സരവും നടത്തി. ചടങ്ങിൽ ജാവേദ് അനീസ്, ജില്ലാ ആശുപത്രി ഹെഡ് നഴ്സ് നിമിരി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കണ്ടിയൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓണക്കിറ്റ് വിതരണം ചെയ്തു. പ്രദേശത്തെ 60-ലധികം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പൂക്കളമൊരുക്കിയും ഓണപ്പാട്ടുകൾ പാടിയും തിരുവോണ കൂട്ടായ്മ കൂട്ടുകാർ വർണ്ണാഭമാക്കി. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.